നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എത്ര സ്വർണമുണ്ടെന്നോ എത്ര പണമുണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. രാജകുടുംബമായാലും ശരി, സാധാരണക്കാരുടെ കുടുംബമായിരുന്നാലും ശരി, വിധി നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. അതിനെ എത്ര പണം കൊണ്ട് പിടിച്ചു വെച്ചാലും നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. പെറ്റ മകന്റെ വേർപാടെന്ന് പറയുന്നത് ഏതൊരു അച്ഛനമ്മയ്ക്കും താങ്ങാൻ കഴിയാത്തതിനും അപ്പുറമായിരിക്കും. ഇനി പണമുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെ തങ്ങളുടെ കഴിവിന് പരമാവധി പിടിച്ചു നിർത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവരെ വീണ്ടും മരണത്തിലേക്ക് തന്നെ പറഞ്ഞുവിടും. സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ മരിച്ചു. രാജ്യം മുഴുവനും കണ്ണീരിലാണ്. ലണ്ടനിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ തുടർന്ന് 2 പതിറ്റാണ്ടുകളിലേറെയായി അബോധാവസ്ഥയിൽ തുടരുന്ന സൗദിയിലെ സ്ലീപ്പിംഗ് രാജകുമാരനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. കഴിഞ്ഞ 2 മാസം മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാൾ. അന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ വാർത്തകൾ ലോകശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന വാർത്ത തന്നെയാണ് രാജകുടുംബം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. രാജാവ് തന്നെ, അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് ആ കാര്യവും ചെയ്തിരിക്കുന്നത്. വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ ഉടൻ തന്നെ മരണം സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം രാജകുടുംബം എടുക്കുകയായിരുന്നു. പതിറ്റാണ്ടിലേറെയായി അബോധാവസ്ഥയിൽ തുടരുന്ന സൗദി രാജകുമാരൻ വലീദ ബിൻ ഖാലിദ് അൽ സൗദ് തന്റെ 36-ാം വയസ്സിൽ അന്തരിച്ചു. 2005-ൽ വെറും 15 വയസ്സുള്ളപ്പോൾ സംഭവിച്ച അതിഭീകര അപകടത്തിൽ മസ്തിഷ്കത്തിന് വളരെ ഗുരുതരമായ പരിക്കുകളാണ് ഏറ്റിരുന്നത്. അതിനെ തുടർന്ന് ഉറങ്ങുന്ന രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ രാജകുമാരൻ പിന്നെ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ആയിരുന്നു. ആ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ബോധം തിരിച്ചു വന്നിട്ടേയില്ല. അൽ വഹീദ് രാജകുമാരന്റെ പിതാവായ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് ആണ് മരണവിവരം ഹൃദയസ്പർശിയായ ഒരു എക്സ്പോസിലൂടെ ഇന്നലെ ലോകത്തെ അറിയിച്ചത്. ദൈവത്തോടൊപ്പം കൂടിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണവിവരം പുറത്തുവിട്ടത്. ലണ്ടനിലെ ഒരു മിലിറ്ററി കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അൽ വഹീദ് രാജകുമാരൻ കാർ അപകടത്തിൽ പെടുന്നത്. അപകടത്തിന് ശേഷം അദ്ദേഹത്തെ സൗദി അറേബ്യ തലസ്ഥാനമായ റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. തികഞ്ഞ അബോധാവസ്ഥയിലായിരുന്നു രാജകുമാരൻ അവിടെ കഴിഞ്ഞിരുന്നത്. ബിസിനസ് പ്രമുഖൻ അൽ വഹീദ് ബിൻ തലാല ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ സഹോദരൻ കൂടിയായ അൽ വഹീദ് രാജകുമാരന്റെ പിതാവ് പക്ഷേ ഒരു നാൾ തന്റെ മകൻ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയായിരുന്നു ഉറച്ച് വിശ്വസിച്ചിരുന്നത്. രാജകുമാരനെ ചികിത്സിക്കുന്നതിനായി ഏറെ സമയം ചെലവഴിച്ചിരുന്ന അദ്ദേഹം ജീവൻ രക്ഷാ ഉപാധികൾ എടുത്തുമാറ്റുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 2020-ൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ രാജകുമാരന്റെ നില ഏറെ മെച്ചപ്പെടുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വിരലുകൾ അനക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ടായിരുന്നുവെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു രാജകുമാരന്റെ അന്ത്യകർമ്മങ്ങൾ റിയാദിലെ ഇമാം തുർക്കി ബി അബ്ദുൾ മോസ്കിൽ ഇന്ന് നടക്കും. എന്തായാലും വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. കാരണം ഇത്രയും കഴിഞ്ഞ 20 വർഷം എന്ന് പറയുന്ന ആ ഒരു പതിറ്റാണ്ടുകളേറെയുള്ള ദിവസങ്ങൾ മുഴുവനും രാജകുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് ഈ ആശുപത്രിയിലായിരുന്നു എന്ന് പറയുന്നു. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഏകദേശം 10 മണിക്കൂറും ഈ ആശുപത്രിയിൽ അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു ചിലവഴിച്ചിരുന്നത്. ഒരു മടുപ്പും കൂടാതെ എല്ലാ ദിവസവും വന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞും കളിച്ചിരികളൊക്കെ നടത്തിയും പിറന്നാൾ കൃത്യമായി ആഘോഷിച്ചും വീട്ടിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും അവരെല്ലാവരും വന്ന് മധുരം നൽകിയും ഒക്കെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർ കഴിയുന്നതും ശ്രമിച്ചത്. പക്ഷേ പണത്തിനോ അതുപോലെ തന്നെ സ്നേഹത്തിനോ ഒന്നും തന്നെ വിധിക്ക് മുന്നിൽ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ വിധിക്ക് മുന്നിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഇത്തരം ഒരു വാർത്ത വരുന്നത്. വളരെ വേദനയോടുകൂടി തന്നെയാണ് സൗദി പ്രവാസ ലോകം അടക്കമുള്ളവർ ഈ ഒരു വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത്. ദുഃഖാചരണം അടക്കമുള്ളവ നടക്കുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറടം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. സ്ലീപ്പിംഗ് പ്രിൻസ് എന്ന അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ലോകശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്.